വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ജലദോഷമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ മടിച്ച് ദിവസമായി. അപ്പം നമുക്കിവിടെ ഒരു വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യണം കേട്ടോ കാണിക്കുന്നത്. അപ്പം നമുക്ക് വെണ്ട നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഈ വാലും ഈ ഞെട്ടും ഇങ്ങനെ കളഞ്ഞിട്ട് ഇങ്ങനെ കീറിയെടുക്കാം കേട്ടോ. 2 കഷ്ണമോ 4 കഷ്ണമൊക്കെ ആക്കാം. ഇങ്ങനെ കീറി വയ്ക്കാം. എല്ലേതും ഇങ്ങനെ കാണിക്കാം. അപ്പോൾ വെണ്ട ഫ്രൈ ചെയ്യാൻ ആവശ്യമായ സാധനം: വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, കുറച്ച് ചിക്കൻ മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കോൺഫ്ലവർ. നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്യണ മിക്സിക്ക് ഒരു ലേശം എണ്ണ ഒഴിക്കാം. ഓയിൽ ഏത് ഓയിലായാലും മതിയേ. ഒരു ടീസ്പൂണ് വേണ്ട, കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. സുർക്ക, ഞങ്ങൾ സുർക്ക എന്നതിന് പറയാം. അതാ വെണ്ടേൻ്റെ വഴുവഴുപ്പ് കുറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ വെണ്ട അതിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഈ ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പം നമ്മൾ എല്ലാ വെണ്ടയും ഈ മിക്സിയിലിട്ട് നന്നായി മിക്സ് ചെയ്തു. ഇനി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ വെക്കാം. ഒന്ന് മിക്സ് ആവാൻ, മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്ത് കോരാട്ടോ. അപ്പോൾ 10 മിനിറ്റായി. നന്നായി സ്റ്റൗ കത്തിച്ചു, പാൻ വെച്ചു. പാൻ ചൂടാവട്ടെ. പിന്നെ വെണ്ടയ്ക്ക നമ്മൾ കഴുകിയിട്ടേ കട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര കൊഴുപ്പായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല ഡ്രൈ ആയി കാണുന്നുണ്ടോ? വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വൃത്തിയിലായി കിട്ടും. നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. ഓയിലൊഴിച്ചു. നമ്മൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെണ്ടയിലിടാം. ചൂട് കുറവാണ്, നല്ലോണം ചൂടായിട്ടില്ല. ഇതിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആക്കാം കേട്ടോ. ഇത് ചെയ്യുമ്പോൾ എണ്ണ നന്നായി കഴിക്കാം. നമുക്കിത് മറിച്ചിടാം കേട്ടോ. ഒക്കെ നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട്. കൂടുതലാണ്, തീ കുറച്ച് കുറയ്ക്കാം.
ഒന്നും കൂടെ. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൽ 2 കരിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് പോരാട്ടോ, അല്ലെങ്കിൽ ഇനി കരിഞ്ഞു പോകും. അടുത്ത ട്രിപ്പ് നമുക്ക് ഇടാട്ടോ. എണ്ണ നന്നായി ചേർക്കുന്നുണ്ട്. വെള്ളമൊന്നും ഇല്ലാതെ ഇങ്ങനെ ചേർക്കണം. അപ്പോൾ വെള്ളം കൂടെ ഉണ്ടെങ്കിൽ പറയേണ്ടി വരില്ല. എന്താ വെണ്ടേ മാറിയാത്തത്? ഇതൊക്കെ മറിച്ചിട്ട് കൊടുത്തു. ഒന്ന് വേട്ടെ. 2 കറിവേപ്പിലൊക്കെ തന്നെ ഇട്ട് കൊടുക്കാം. നേരത്തെ കറിവേപ്പ് ഇടാൻ മറന്നുപോയി. ഇതൊക്കെ തെക്കുക. എന്താണെന്ന് അറിയാത്ത ഇതാ. അപ്പം ഇത് നമുക്ക് കോരട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യൽ കഴിഞ്ഞു. അതിൻ്റെ മേലെ കുറച്ച് വെള്ള എള്ള് ഇങ്ങനെ വിതറിട്ട് കൊടുക്കുക. കാണാനൊരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണ്. പിന്നെ വെണ്ടയ്ക്ക കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. ഇത് നല്ല കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ചോറിൻ്റെ കൂടെയും കഴിക്കുക. എത്ര കഴിക്കാത്ത കുട്ടികളും കഴിച്ചോളൂ. കാരണം അതിന് കൊഴുപ്പൊന്നുമില്ല, നല്ല സ്മെല്ലൊക്കെയാണ്. അതുകൊണ്ട് ആരും കഴിച്ചു പോകും. എല്ലാവരും ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ വിവരം അറിയിക്കുക. എന്തായാലും വിവരം അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.